ചെയ്യൂ. ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യൂ. പോലീസ് ആരോഗ്യവകുപ്പ് വെന്റിലേറ്റർ ഇവിടെ 5 വർഷമായി കോട്ടയത്തെ മരണം നമ്മൾ കണ്ടു, നമ്മൾ തിരുവനന്തപുരത്തെ മരണം കണ്ടു. ഇവിടെ ഇപ്പോ 5 വർഷം ഒരു കത്രിക സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എവിടെയാ ഒരു സ്ത്രീയുടെ വയറ്റിൽ? ഈ സമരത്തിനെതിരെ പോലീസ് ഞങ്ങൾ കൈകാര്യം ചെയ്ത് വിധി നോക്കും. ഇത് ജനാധിപത്യ സമരമാണ്. ഇവിടെ പാവപ്പെട്ട രോഗികളെ ഇതുപോലെ പ്രതികരിച്ചിട്ട് പൊക്കോളാന്ന് പറഞ്ഞില്ല. എത്ര സമരങ്ങൾ ഇവിടെ നടന്നു, എത്ര സമരം ഈ സിസ്റ്റം നാളുകളായി, എത്ര മരണങ്ങൾ. ഈ മെഡിക്കൽ കോളേജിൽ തന്നെ എത്ര അപകടങ്ങൾ. കൈമാറി വരെ ഓപ്പറേറ്റ് ചെയ്ത ആശുപത്രിയാണിത്. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ജനതകളുടെ കുട്ടി ജനിച്ചു. ഇവിടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ജില്ലാ ആശുപത്രി ഡോക്ടർമാരും ഒക്കെ കാഴ്ചക്കാരെ നോക്കിയിരിക്കുന്നത്. ശക്തമായ സമരമാണ്. ഈ സമരത്തെ പോലീസിൽ ഉപയോഗിച്ച് അടിച്ചമർത്താമെന്ന് ഒരു പോലീസുകാരും വിചാരിക്കണ്ട. 2 മാസം കഴിയുമ്പോൾ ഞങ്ങൾ ആക്രമിച്ചവരെ, ഈ ആശുപത്രിയിൽ ഇതുപോലെയുള്ള ഓപ്പറേഷൻ നടത്തിയവരൊക്കെ തക്കതായ ശിക്ഷ കൊടുത്ത് അവരെ മാറ്റി നിർത്തുവാനും അവരിൽ നിന്ന് മുൻകൂർ നടപടിയെടുക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ വളരെ സമാധാനപരമായ സമരമായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേരളം കേട്ടുകേൾവിയില്ലാത്ത ഒരു വിഷയമാണ് ഉണ്ടായത്. 5 വർഷം ഒരു രോഗിയുടെ, പാവപ്പെട്ട ഒരു രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടിയിട്ട് ഇന്ന് മന്ത്രിയും അത് ചികിത്സിച്ചെന്ന് പറയുന്ന ഡോക്ടറും അതിനെ ന്യായീകരിക്കുക. ഡോക്ടർ പറയുകയാണ് 5 വർഷമല്ല 10 വർഷം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, മൂത്രത്തിൽ കല്ലുകൊണ്ടാണ് അവർക്ക് പെയിൻ ഉണ്ടായെന്ന്. ആരാണ് ഇവരെ പിന്തുണയ്ക്കുന്നത്? ഇവരെ പിന്തുണയ്ക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയാണ്. ആരോഗ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ, മാഫിയ ഹോസ്പിറ്റലുകളുടെ ഏജന്റായിട്ടാണ് വീണ ജോർജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിന്റെയും താലൂക്ക് ആശുപത്രിയിലെയും വരുന്ന സാധാരണക്കാരുടെ രക്തം കുടിക്കുന്ന രക്തരക്ഷസിനെ പോലെയാണ് വീണ ജോർജ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലെ സമാനമായ എത്രയോ സംഭവങ്ങൾ ഉണ്ടായി. ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ പ്രതിഷേധം നടത്തുമ്പോൾ ആ പ്രതിഷേധത്തെ ലാത്തി ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുവാൻ പിണറായി വിജയന്റെ പോലീസ് ശ്രമിച്ചാൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അതിശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ, വരുന്ന നാളുകൾ കാണാൻ കഴിയും. ഒരു തർക്കവുമില്ല. ഇത് ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. മന്ത്രിയെ വഴി തടയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിന് ഉത്തരവാദി വീണ ജോർജ് മാത്രമാണ്. വീണ ജോർജ് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയുന്നത്. വീണ ജോർജ് പുറത്തിറങ്ങാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല. ചൂടയുണ്ടെങ്കിൽ പിണറായി വിജയൻ പോലീസിന്റെ സംരക്ഷണത്തിൽ വീണ ജോർജിനെ പുറത്തിറക്കി നോക്കട്ടെ. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ശക്തി എന്താണെന്ന് യൂത്ത് കോൺഗ്രസ് കാണിച്ചത്. വീണ ജോർജിനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കില്ല എന്ന് ഈ മെഡിക്കൽ കോളേജിന്റെ ഈ വഴിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പറയുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ വീണ ജോർജിനെ പുറത്തിറക്കാൻ കേരള പോലീസ് ശ്രമിച്ചു നോക്കണം. അവിടെ പോലീസ് വാഹനം തടഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷം അവിടുന്ന് പോകാം എന്നാണ് നേരത്തെ പ്രവർത്തകർ പറഞ്ഞത്. പോലീസ് സന്നാഹങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ അവരെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വാർത്താ സമ്മേളനത്തിന്റെ വേദിക്കുള്ളിലേക്ക് അപ്രതീക്ഷിതമായാണ് ബിനു ചുള്ളിയുടെ നേതൃത്വത്തിൽ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാർത്താ സമ്മേളന ഹാളിനകത്തേക്ക് ഇരച്ചു കയറുകയും അവരവിടെ നിന്ന് ആ ടേബിളിന്റെ മുകളിൽ കയറിയിരുന്ന മുദ്രാവാക്യം മുഴക്കുകയും അപ്പോഴാണ് പോലീസ് അവിടെ എത്തുന്നത്. നേരത്തെ ഈ പ്രതിഷേധം ഒക്കെ ഭയന്ന് വലിയ പോലീസ് സന്നാഹം പുറത്തുണ്ട്. എന്നിട്ട് പോലും എങ്ങനെയാണ് സമരക്കാർ വാർത്താ സമ്മേളന ഹാളിലേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കണം. എന്തായാലും അതിനുശേഷമാണ് പോലീസ് ആക്ട് ചെയ്തും അവരെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ അവരെ അവിടുന്ന് പോലീസ് തന്നെയാണ് ആ വാർത്താ സമ്മേളന ഹാളിൽ നിന്നും താഴേക്ക് അവരെ കൊണ്ടുവന്നത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. അവരെ അങ്ങനെ വലിയ സംഖ്യ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരൊന്നുമില്ല, ചെറിയ സംഖ്യ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. എന്തായാലും അവരെ ഇപ്പോൾ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പക്ഷേ അതിലൊരു പ്രവർത്തകൻ കേരളത്തിൽ ഇത് കേട്ടുകഴിവ് പോലും ഇല്ലാത്തതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല, തെറ്റാണ്, അവാസ്തവമാണ്.
കേരളത്തിൽ നേരത്തെ കെട്ടുകഴിയുണ്ട്. ഹർഷന എന്നാണ് നേരത്തെയുള്ള കെട്ടുകഴിയുടെ പേര്. സമാനമായിരുന്നു, കത്രിക തന്നെയായിരുന്നു വയറ്റിനകത്തുണ്ടായിരുന്നത്. ദീർഘവർഷങ്ങൾ ആ കത്രിക വയറ്റിൽ വെച്ച് കൊടിയ വേദനയുമായി ഹർഷന നടന്നതാണ്. അതിനുശേഷമാണ് അത് കത്രിക ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാനും അത് ഏത് കാലത്തെ കത്രിക എന്ന് സ്ഥിരീകരിക്കാനും ഡോക്ടർമാരുടെ പിഴവ് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനും പിന്നെയും വർഷങ്ങളെടുക്കും. ഇപ്പോഴും അവർ സമരമുഖത്താണ്. ഉഷയ്ക്ക് പിന്തുണയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു ഐക്യദാർഢ്യ സമരം നടത്തുന്നുണ്ട് ഹർഷൻ. അതുകൊണ്ട് കേരളത്തിൽ കെട്ടുകഴിവില്ലാത്ത സംഭവമല്ല വയറ്റിനകത്തെ കത്രിക. കേരളത്തിന് നേരത്തെ അറിയാം വയറ്റിൽ കത്രിക ഇരുന്നാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നും വേദന എന്താണെന്നും അതിനുശേഷമുള്ള സംവിധാനങ്ങളുടെ സമീപനം എങ്ങനെയായിരിക്കുമെന്ന് കേരളത്തിന് അറിയാം. അതുകൊണ്ട് പുതിയ കാര്യമൊന്നുമല്ല. എന്തായാലും അവിടെ ഇപ്പോൾ അമൃത ആശുപത്രിയിൽ ഉഷയുടെ ആരോഗ്യാവസ്ഥ തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഉഷയ്ക്ക് ആ സർജറി ഈ പറയുന്ന കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ കത്രികയുടെ സ്ഥാനം കൃത്യമായിരിക്കും, എപ്പോൾ ഓപ്പറേഷൻ എന്ന കാര്യം തീരുമാനിക്കാൻ കഴിയൂ എന്ന് പറയുന്നു. വലിയ വേദനയുടെ കാര്യം ഉഷ പറയുന്നുണ്ട്. അത് പക്ഷേ മൂത്രത്തിക്കലിൻ്റെ വേദന എന്നാണ് അവിടുത്തെ പ്രിൻസിപ്പലും സൂപ്രണ്ടൊക്കെ ഇപ്പോൾ പറയുന്നത്. മൂത്രത്തിക്കലിൻ്റെ വേദന ഒന്നുമല്ല, വയറ്റിനകത്തിരിക്കുന്ന കത്രിക അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വേദന എടുക്കുമെന്ന് സാമാന്യ മനുഷ്യർക്കൊക്കെ അറിയാം. അത് 10, 30, 40 വർഷം ഒരു കുഴപ്പമില്ലാതെ ഒരു കത്രിയൊക്കെ വയറ്റിനകത്തിരിക്കും എന്ന് പറയുകയാണ്. അത് ചെറിയ എന്തോ മോസ്കിറ്റോ സാധനമാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് അന്നത്തെ സർജറിക്ക് നേതൃത്വം നൽകിയ യൂണിറ്റിന്റെ ഹെഡ് ഡോക്ടർ ലളിതാംബിക നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. വളരെ ചിരിച്ചുകൊണ്ട് വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ ഒരു ആനക്കാര്യമാണോ എന്ന മട്ടിലാണ് ആ ഡോക്ടർ സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.